നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സാൽമൺ ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ സാൽമൺ ഫിഷ് ഫ്രൈ വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സാൽമൺ പാൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1/2 കിലോ സാൽമൺ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മുടെ സാൽമണിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ലൈമിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സാൽമൺ ഫിഷുമായിട്ട് നമ്മുടെ മസ്റ്റാർഡ് പേസ്റ്റും പെപ്പറും ഉപ്പും എല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാൽമണിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ പേസ്റ്റും ലൈം ജ്യൂസും എല്ലാം എത്തണം. നമ്മുടെ പീസ് ഉടഞ്ഞു പോകാതെ നമുക്ക് പയ്യെ നമ്മുടെ മസ്റ്റാർഡ് പേസ്റ്റും ലൈം ജ്യൂസും എല്ലാം സാൽമണിൻ്റെ എല്ലായിടത്തും മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. നമ്മുടെ സാൽമൺ ഫിഷിൻ്റെ മീറ്റ് സോഫ്റ്റ് മീറ്റാണ്. അതുകൊണ്ട് നമ്മൾ പതിയെ ബലം കൊടുക്കാതെ പയ്യെ വേണം നമ്മുടെ സാൽമൺ ഫിഷിലോട്ട് മസാല മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട്. ഇനി നമുക്ക് ഏകദേശം 1/2 മണിക്കൂറോളം നമുക്ക് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റിന് വെക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ സാൽമൺ ഫിഷ് നല്ല മസാലയിൽ മാരിനേറ്റ് ചെയ്ത് 1/4 മണിക്കൂറോളം റെസ്റ്റിന് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള നമ്മുടെ ഫ്രൈയിങ് പാൻ റെഡിയാണ്. നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഒലിവ് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സാൽമൺ ഫിഷ് ഓരോന്നായി നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിനി നമ്മുടെ സാൽമൺ ഫിഷ് ഏകദേശം ഒരു 4-5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 4-5 മിനിറ്റോളം വൺ സൈഡ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സാൽമണിൻ്റെ എല്ലാ വശവും നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വരുന്ന നമ്മുടെ സാൽമണിലോട്ട് നമ്മൾ ഫൈനായി ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക് ഏകദേശം നമ്മളൊരു 5 ഗാർലിക്ക് ഫൈനായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുസാമ്പിയുടെ സ്കിന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാൽമൺ ഫ്രൈക്ക് നല്ല ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മൾ മുസാമ്പിയുടെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാൽമൺ ഫിഷ് ഫ്രൈ നന്നായി എല്ലാ സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാൽമൺ ഫിഷ് ഫ്രൈ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സാൽമൺ ഫിഷ് ഫ്രൈയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.